നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 497. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 497. ഇന്നലെ അബ്രപ്റ്റായിട്ട് നിർത്തേണ്ടി വന്നു. സംബടി കെയിം ആൻഡ് എന്താണെന്നാ പറയുക, വലിയൊരു ശബ്ദം ഉണ്ടായി. ആരാ എവിടെ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനതങ്ങോട്ട് അബ്രപ്റ്റായിട്ട് നിർത്തി. എന്താ ചെയ്യുക, ഈ ഈ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന ചില അന്വേഷണങ്ങൾ, പുറമേ നിന്ന് ആൾക്കാർ വരുമ്പോൾ, പിന്നെ ഇപ്പോൾ നമ്മൾ ലോക്ക് ആൻഡ് കീ AC റൂമിൽ വെച്ചിട്ടൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ ചിലവർ ഒന്ന് വിളിക്കും. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ എനിക്കെന്താ, ഒരു ദിവസം 20 മിനിറ്റേ പറഞ്ഞുള്ളൂ എന്ന്, ഒരു വർഷം ഒരു 34 മിനിറ്റ് 35 മിനിറ്റൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നോക്കുക. അപ്പോൾ ഇവിടെ ഇന്നലെ 234 സർഗം 234 സർഗം ദുഷ്യന്ത ഭരതചരിതം, ഭരതനെ പറ്റിയിട്ട് ഗംഭീരമായിട്ട്, ഭരതചക്രവർത്തിയെ പറ്റിയിട്ട് പറയണ്ടായി. ഇനി രന്തിദേവ ചരിതം എന്നുള്ളതാണ് പറയേണ്ടത്. രന്തിദേവൻ അദ്ദേഹം എന്താ പറയുക, ദാനത്തിന് പേര് കേട്ട ആളായിരുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ 235 സർഗം രന്തിദേവ ചരിതം. 1 ശ്ലോകം എന്താ പറഞ്ഞത്? വിധതൻ്റെ മകൻ മന്യു നൃപൻ അഞ്ചാൾ ജയാദ്യരാം. ജയൻ മുതലായിട്ടുള്ള ആൾക്കാർ എക്സെട്ര. വിധതൻ്റെ മകൻ മന്യു നൃപൻ അഞ്ചാൾ ജയാദ്യരാം. ബൃഹൽക്ഷത്രൻ മഹാവീരൻ ഗർഗൻ നരനും മങ്ങിനെ. അപ്പം ജയൻ, ബൃഹൽക്ഷത്രൻ, മഹാവീരൻ, ഗർഗൻ, നരൻ, ഇങ്ങനെ 5 ആളാ. രണ്ടാമത്തെ ശ്ലോകം നരാത്മജൻ സംസ്കൃതിയിൽ ഗുരുവും രന്തിദേവനും. രന്തിദേവന്റെ പേർ മണ്ണിൽ വിണ്ണിലും സുപ്രസിദ്ധമാം. നരാത്മജന് സംസ്കൃതിയിലുണ്ടായി ഗുരുവും രന്തിദേവനും. പേരാണ് ഗുരു എന്നുള്ളത് കേട്ടോ. രന്തിദേവനും. എന്നിട്ടോ രന്തിദേവന്റെ പേർ മണ്ണിൽ, ഭൂമിയിൽ, വിണ്ണിലും സുപ്രസിദ്ധമാം. കാരണം എന്താ? അദ്ദേഹം ചെയ്ത കർമ്മം കൊണ്ടാണ് ഒരാൾ കീർത്തിമാനാവണത്. അപ്പോൾ കിട്ടുന്നതെല്ലാം ദാനം ചെയ്തൊന്നുമില്ലാതെയായവൻ. ശ്രദ്ധിക്കണം, കിട്ടുന്നതെല്ലാം ദാനം ചെയ്തൊന്നുമില്ലാതെയായവൻ. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ കാർന്നവരുടെ ഫോട്ടോ ഇങ്ങനെ നേരെ മുമ്പിൽ കൊണ്ടുവച്ചത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനെ നോക്കിയിട്ട് തന്നെ പറയാം. മറ്റത് അവിടെ ആവുമ്പോൾ എനിക്ക് ക്യാമറയിൽ നിന്ന് വിട്ടു നോക്കാം. ഇത് എൻ്റെ കണ്ണ് നിങ്ങളുടെ മുഖത്തേക്ക്, നിങ്ങളിപ്പോൾ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കി പറയാം, എന്നെ ഈ വഴിക്ക് എത്തിച്ചിട്ടുള്ളൊരു മഹാനുഭാവനാണല്ലോ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം എന്താ പറയാൻ കാരണം? കിട്ടുന്നതെല്ലാം ദാനം ചെയ്തൊന്നുമില്ലാതെയായവൻ. ബോംബെയിൽ 2004 ആഗസ്റ്റ് 17 രാമായണം കഴിഞ്ഞ് പിരിയണം. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് എത്ര 4000 രൂപ ഇട്ട് ദാനം കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? 3 മക്കൾക്ക് പ്ലസ് എൻ്റെ ഭാര്യയ്ക്കും 4 വിഭജിച്ചു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ മകളുണ്ട് ഗീതാ മേഡം. എന്തിനാച്ചാൽ 4-3 പോരെ ചോദിച്ചു. അല്ലടി, രാധിം എൻ്റെ മകളാണ് പറഞ്ഞു. രാധ എന്ന് പറഞ്ഞ എൻ്റെ വൈഫ്. അപ്പോൾ ഇവിടെ ആ കിട്ടുന്നതെല്ലാം ദാനം അദ്ദേഹത്തിനൊന്നും വേണ്ട. അദ്ദേഹം എന്താ പറഞ്ഞത്? 95 കർക്കിടക മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബാങ്കിലുള്ളത് എൻ്റെ ആധ്യാത്മിക ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ രന്തിദേവൻ, എൻ്റെ രന്തിദേവൻ എൻ്റെ കാർന്നവരാണ്, എൻ്റെ ഗുരുനാഥനാണ്, പ്രൊഫഷയിലെ. അപ്പോൾ കിട്ടുന്നതെല്ലാം ദാനം ചെയ്തൊന്നുമില്ലാതെയായവൻ. വിശക്കിലും മുമ്പിൽ വന്ന പാവങ്ങൾ കേകും ഒക്കെയും. എന്തൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ കൊടുക്കും.
എന്നിട്ട് 48 ദിനം തൻ്റെവരും ഉണ്ണാതെ ഇങ്ങനെ 48 ദിവസം തൻ്റെവരും ഉണ്ണാതെ അങ്ങനെ വയ്യാതെ വിവശന്മാരായി അന്നാൾ കൈവന്നതുണ്ണുവാൻ. 48 ദിവസം പഷ്ണി, ഒന്നും കഴിക്കില്ല. അങ്ങനെ ഒരു ദിവസം 48-ാം ദിവസം കയ്യിൽ എന്തോ കിട്ടി. അങ്ങനെ ഉണ്ണാൻ വേണ്ടി ഇരുന്നപ്പോൾ കൈവന്നതുണ്ണുവാൻ ഭാവിക്കും അളവിൽ തൻ്റെ മുമ്പിൽ വന്നാനൊരു അന്തണൻ, ഒരു ബ്രാഹ്മണൻ വന്നു പെട്ടു. ശ്രദ്ധിക്കണം കഥ. ആരിലും ഭഗവാനെത്താൻ കാൺമോൻ ഏകിയഥാവിധി കാൺമോൻ യഥാവിധി തനിക്ക് ആഹാരിക്കാനുള്ളത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളതെടുത്തിടെ വന്നുള്ളൊരു ശൂദ്രനാം. അതായത് എന്താ, അവർ 4 ആളുണ്ടെന്നാണ് പറഞ്ഞതേ. രന്തിദേവൻ്റെ മകൻ, രന്തിദേവൻ്റെ ഭാര്യ, രന്തിദേവൻ്റെ മകൻ, രന്തിദേവൻ്റെ മരുമകൾ, ഇങ്ങനെ 4 ആളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഉണ്ണാൻ തുടങ്ങിയപ്പോൾ ഭാവിക്കും അളവിൽ തൻ്റെ മുമ്പിൽ വന്ന ഒരു രണ്ടണൻ ആരിലും ഭഗവാനെത്താൻ കാൺമോൻ ഏകിയഥാവിധി ഒരു ഭാഗം കൊടുത്തു, ഒരാൾ കഴിക്കണം. ബാക്കിയുള്ളതെടുത്തിടെ വന്നുള്ളൊരു ശൂദ്രനാം. 4-1 കൊടുത്തു എന്നൊരു കഥയുണ്ട്, 4 ആളിൽ ഒരാൾ കൊടുത്തു എന്നുണ്ട്. അത് കഴിഞ്ഞ് ശൂദ്രൻ വന്നപ്പോൾ അവനും ഒരു ഭാഗം കൊടുത്തു. അവനും ഭഗവാൻ എന്നോർത്തേക്ക് നാനാദരത്തോടും കാണുന്നവരൊക്കെ അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, കാണുന്നവരെ ഞാൻ ഈശ്വരനായിട്ട് കണക്കാക്കണം. അതാണ് ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയാലും അല്ലെങ്കിൽ പ്രഭാഷണത്തിന് പോയാലും ഞാൻ ഉള്ളിൽ പോയി തൊഴാറില്ല. കാരണം എനിക്ക് ഈ വയ്യാത്ത ആൾക്കാർ ക്യൂവിൽ നിന്നിട്ട് ഇങ്ങനെ നിരങ്ങിക്കുമ്പോൾ ഞാനൊരു VIP പാസ്സായിട്ട് അങ്ങോട്ട് പോയിട്ട് തൊഴുകയെന്ന് പറഞ്ഞാൽ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ചെയ്യില്ല. വേണ്ട, എല്ലാവരെയും പോലെ ഞാൻ അവരേനൊക്കെ തൊഴും, ക്യൂവിൽ നിൽക്കണവരൊക്കെ തൊഴും. വയ്യാത്ത ആൾക്കാരെ, കയ്യില്ലാത്തവരെ, കാലില്ലാത്തവരെ, മുടന്തണവരെ, അങ്ങനെയാണ്. അതൊക്കെ ആദ്യം പഠിച്ചു, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് കേട്ടോ. ഇനി അതും വെള്ളം പറയാം, ഭേദഭാവന പാടില്ല. അപ്പോൾ ആരിലും ഭഗവാനെത്താൻ കാൺമോനേകി യഥാവിധി ബാക്കിയുള്ളതെടുത്തിടെ വന്നുള്ളൊരു ശൂദ്രനാം. അവനും ഭഗവാനെന്നോർത്തേകി നാനാദരത്തോടും എങ്ങനെയെങ്കിലും കൊടുത്തവർ ആദരവോടുകൂടി കൊടുക്കണം. അത് കഴിഞ്ഞു പിന്നീടിരിക്കവെന്നോതിയുടൻ നായ്ക്കളുമായൊരാൾ. എന്നാൽ ബാക്കിയൊരു ഭാഗം, 3-ാമത്തെ ഭാഗം, അപ്പുണ്ട് കുറച്ച് നായ്ക്കളായിട്ടൊരാൾ. എന്തെങ്കിലും വിശന്നീടും ഞങ്ങൾക്ക് കീടണം വിഭൂ. ബാക്കിയുള്ളതും അത്യാദരത്തോടും നൽകി ഭാഗ്യവാൻ. കൊടുക്കാൻ സാധിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇല്ലാന്ന് പറയുന്നവൻ ഭാഗ്യവാനല്ല, ഇല്ലാന്ന് പറയുന്നവനല്ല ഭാഗ്യവാൻ, കൊടുക്കുന്നവനാണ് ഭാഗ്യവാൻ. ബാക്കിയുള്ളതും അത്യാദരത്തോടും നൽകി ഭാഗ്യവാൻ. നമസ്കരിച്ചാൻ ഭഗവൽ ഭാവമുള്ളിൽ നിറഞ്ഞവൻ. ഭഗവാനെ, എനിക്ക് പഷ്ണി കടക്കാനുള്ള ശാരീരിക ക്ഷമത തരണേ, മാനസിക ക്ഷമത തരണേ എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചു അദ്ദേഹം. ഉടൻ നായാടിയൊരുവൻ വിളിച്ചോതി ഉറക്കവേ തളർന്നു പോയൻ തമ്പ്രാനെ തരേണം വെള്ളമെങ്കിലും. ഒരാളെ കഴിക്കാൻ ഞഞ്ഞം കഴിക്കാൻ ഒന്നുമില്ലേ, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? തമ്പ്രാനെ ജീവൻ പോകണമെന്നാ. ആലോചിച്ച് നോക്കൂ ആ ഒരു അവസ്ഥ. ഉടൻ നായാടി ഒരുവൻ. അപ്പം നായാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താണ് പറയുക, ഹൈറാർക്കിയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാരാന്ന് പറയണു കേട്ടോ. അത് മോശമാണ്, അങ്ങനെ പറയരുത്. എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്, പക്ഷെ കഥയിൽ ക്രയവിക്രയത്തിന് വേണ്ടി പറയേണ്ടി വരുന്നു മാത്രം. അപ്പോൾ വിളിച്ചോതിയുറക്കവേ തളർന്നു പോയൻ തമ്പ്രാനെ തരേണം വെള്ളമെങ്കിലും. അവൻ്റെ ദീനവാക്യം കേട്ട് അലിവാർന്നോതി ഇങ്ങനെ വല്ലാതെ കൃപയുൾ തെങ്ങി മൊഴിയുന്ന അമൃതോപമം. വളരെ അമൃതോപമമായ ഒരു വാക്ക് പറഞ്ഞു. എന്താ? ആശിപ്പതില്ല ഞാൻ അഷ്ടൈശ്വര്യമോ മുക്തി പോലുമോ. ഇദ്ദേഹം
രന്തിദേവൻ ഭഗവാനോട് പറയണേ, ആശിപ്പതില്ല ഞാൻ അഷ്ടൈശ്വര്യമോ മുക്തി പോലുമോ, പ്രാർത്ഥിപ്പതാർക്കാർക്കും എഴും ആർത്തിയൊട്ടൊക്കെയാം പ്രഭോ. എന്നെ വിളിച്ച് കരയുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള സൗഭാഗ്യം തരണേ ഭഗവാനേ എന്നാ പറഞ്ഞത്. എന്താ പറയാ? എന്താ പറയാ? എത്രയോ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് പോവാണ്. എന്തൊക്കെ കാര്യങ്ങൾ. ആശിപ്പതില്ല ഞാൻ അഷ്ടൈശ്വര്യമോ മുക്തി പോലുമോ, പ്രാർത്ഥിപ്പത് ആർക്കാർക്കും എഴും ആർത്തിയൊട്ടാകയാം. മറ്റുള്ളവരുടെ ആർത്തി ഇല്ലാതെ കണ്ടാക്കാൻ സാധിക്കണേ. എന്നാൽ ആർക്കും ഉണ്ടാവില്ലിനിമേലൊരു ദുഃഖവും. അങ്ങനെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ഒരാളും ഈ ഭൂമണ്ഡലത്തിൽ വിശന്നിട്ട് മരിക്കില്ല, അല്ലെങ്കിൽ വിശപ്പ് അറിയില്ല. പരൻ്റെ സങ്കടം തീർന്ന് കാൺമതാം പരമാമൃതം. ഏറ്റവും വലിയ മുന്തിയ അമൃതം എന്താ? വെള്ളം ഭൂമിയിൽ അമൃതാണ്. അതാണ് വെള്ളം ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കരുത്. സമയമില്ല എന്ന് പറയരുത്. വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഒരു വെച്ച് വിളമ്പി തരുന്ന ഒരു സ്വാമി, വെങ്കടേശ്വര ശാസ്ത്രികൾ, പേര് കേട്ട ആളാണ്, പെരുമുടിയൂരായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ മകൻ നാരായണസ്വാമി. അപ്പോൾ ഈ വെങ്കടേശ്വര ശാസ്ത്രികൾ ഗാന്ധിജിയുടെ കൂട്ടത്തിൽ 6 അടി ഉയരമുള്ളൊരു വടി എടുത്തിട്ടാണ് നടക്കുക. ആ അമ്പലത്തിൻ്റെ ഞങ്ങളുടെ റോട്ടിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് ഈ എന്താ പറയുക, ഓട്ടുവരയിലേക്കുള്ള ഇറങ്ങുമ്പോൾ അദ്ദേഹം വടി കുത്താൻ തുടങ്ങും. പോകുമ്പോൾ അതുവരെ വടി കുത്തും. അത് കഴിഞ്ഞാൽ വടി പിന്നെ എങ്ങനെ എന്താണെന്നാ പറയുക, കുത്തില്ല. വടി കയ്യിലിങ്ങനെ വെച്ചിട്ട് കൈ വീശി നടക്കും. അത്ര വലിയ രസികനാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഞങ്ങൾ 5 മക്കൾ ഊണയ്ക്കായിരിക്കും, പിന്നെ അമ്പലവാസി, ചണ്ട കൊട്ടുന്ന ആൾ, ശംഖ് വിളിക്കുന്ന ആൾ, അങ്ങനെ ഒരു 6-7 ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ഊണയ്ക്കാൻ. അപ്പോൾ ഇദ്ദേഹമാണ് വിളമ്പുക. അപ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ നവരാത്രി അപ്പോൾ 10-25 ആൾക്കാരുണ്ടാവും ഊണ് കഴിക്കാൻ. അപ്പോൾ ഇദ്ദേഹം ഈ എത്ര ആളാണെങ്കിലും ശരി 2 സൈഡായിട്ട് ഇരുത്തുക ഊണ് കഴിക്കാൻ. അതൊക്കെ പണ്ടത്തെ കാലത്തൊരു ചിട്ടയാണ്. അപ്പോൾ 20 ആളുണ്ടെങ്കിൽ 10 ആളെ ഇരുത്തും. അപ്പോൾ ഈ 10ാമത്തെ ആൾക്ക് കൂട്ടാൻ വിളമ്പി അദ്ദേഹം ഇങ്ങനെ നിവരുമ്പോൾ ഈ സാമ്പാറോ അല്ലെങ്കിൽ പുളിങ്കുറി എന്താ വെച്ചാൽ വിളമ്പണ കയ്യിലൊരു കുടച്ചിലുണ്ട്. അത് നേരെ ഈ വരിയിലിരിക്കുന്ന ആളുടെ മുഖത്തേക്കേ വരിക. പക്ഷെ അതൊക്കെ ഞങ്ങൾ വലിയൊരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കും. കാരണം അത്രയും വലിയ പ്രായമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ചിലവർ ഉപ്പേരി വിളമ്പിയാൽ ഉപ്പേരി, ഇന്നത്തെ കൂടുതൽ ഒന്നുമല്ല, ദാരിദ്ര്യം കണ്ടേ, ചിലപ്പോൾ 4-5 കഷ്ണം ഉപ്പേരിക്കാണ് വിളമ്പുക, കായ. അപ്പോൾ മെഴുക്ക് വരട്ടി എന്ന് പറയും. അത് ചിലവർ മിടുക്കന്മാരാദ്യം എടുത്തത്. അപ്പോൾ എന്താ, തനിക്ക് വിളമ്പിയിട്ടില്ലേ? വിളമ്പി, പക്ഷെ ഞങ്ങളതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഊണ് കഴിക്കുക. 3 ഉരുള കഴിച്ചാൽ ഒരു ഉപ്പേരിയുടെ കഷ്ണം എടുത്ത് വായിലിടുക എന്ന് പറയും. അന്നത്തെ ചിട്ടയാണ്. അപ്പോൾ ചിലവർ വെള്ളം, അപ്പോൾ പറയും അദ്ദേഹം, നിങ്ങളൊക്കെ വെള്ളമില്ലാത്ത കാട്ടു കൊണ്ടേ വിടണം എന്ന്. എത്ര, ഇപ്പം എനിക്കൊരു 73 വയസ്സ്. അപ്പോൾ ഒരു 65 വയസ്സ്, 65 കൊല്ലം മുമ്പത്തെ കാര്യം, അല്ലെങ്കിൽ 60 കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളൊക്കെ വെള്ളം ഇല്ലാത്ത കാട്ടു കൊണ്ടേ വിടണം എന്ന് പറയും. പക്ഷേ ഇന്ന് ഞാൻ സ്മരിക്കണത് എന്തുകൊണ്ടാണ്? ആ മഹാനുഭാവൻ ഞങ്ങൾക്കൊക്കെ 2 നേരം മുമ്പിൽ ചോറ് വിളമ്പാൻ കുമ്പിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയും, എടാ അവരേനൊക്കെ നമസ്കരിക്കണം. അന്നം ഭഗവാന്റെ ആണെങ്കിലും അല്ലേ, അദ്ദേഹമല്ലേ നിങ്ങൾക്ക് വിളമ്പി തരുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത്ര വലിയ ഒരു സംശുദ്ധ ഹൃദയത്തോടു കൂടി ഒരാൾ പാചകക്കാരനാണെങ്കിലും അന്നം തരുന്ന ആൾ അച്ഛനാണടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. മുതലാരുടെ ആയിക്കോട്ടെ. ഇന്ന് അപ്പോൾ ഈ രന്തിദേവൻ്റെ കഥ വന്നപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഓർക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ അപ്പോൾ പാവത്തിന് എത്രയെന്നാലും ചെയ്യിൽ ഈ ഞാൻ കൃതാർത്ഥനാം. പാവത്തിന് എത്രയെന്നാലും. ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ സാധിച്ചത്
എനിക്ക് കൃതജ്ഞത ഉണ്ട് എന്നാണ് രന്തിദേവൻ പറഞ്ഞത്. ഉൾത്തിങ്ങും ശോകമോഹാദി സർവം നീങ്ങും അസംശയം. ദാനം ചെയ്യുന്നതിലുള്ള ഗുണം എന്താ? ഉൾത്തിങ്ങും ശോകമോഹാദി, ആവശ്യമില്ലാത്ത വണ്ടിയും വലിയും മനസ്സിൽ വെച്ചിട്ടുള്ളതൊക്കെ സർവം നീങ്ങും അസംശയം. ഈ വിധം മൃദുവായോതി നായാടിക്കേകിനാഞ്ചലം. വളരെയധികം മന്ദഹാസത്തോടു കൂടി അനുഗ്രഹശീലത്തോടു കൂടിയിട്ട് ആ നായാടിക്ക് വെള്ളമെടുത്ത് കൊടുത്തു. ഇനി അതും പറയാലോ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഫർളം ദൂരത്തേക്കാണ് ഇവരെ നിർത്തിയിരുന്നത് ഒരു കാലത്ത്. ഇവിടെ രന്തിദേവൻ എടുത്ത് കൈ കൊടുക്കുകയാണ് വെള്ളം. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ പുരാണം വായിച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ഈ കുറേ ഒരു 10-50 കൊല്ലം മുമ്പേ കേരളത്തിലുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ അവർ ഇതൊന്നും വേണ്ട മാതിരി വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൂജ പഠിച്ചിട്ടുണ്ടാവും, തന്ത്രം പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും പിടിച്ചു നിൽക്കത്തക്ക വിധത്തിലുള്ള ആത്മീയ ചിന്താഗതികൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എന്നാൽ ഈ ലോകം എങ്ങനെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വിധം മൃദുവായോതി നായാടിക്കേകിനാഞ്ചലം ദാഹിച്ചു ചാകാരായിടും കനിവുൾ തിങ്ങും മാമഹാൻ രന്തിദേവൻ്റെ ശൗശീല്യം. ഇനിയാണ് കഥയുടെ താല്പര്യം വരുന്നത്. യൂട്ടേൺ. രന്തിദേവൻ്റെ ശൗശീലം എന്ന് പറഞ്ഞാൽ എന്താ? സുശീലം. എല്ലാ സമയത്തും ഏത് പ്രത്യേക സാഹചര്യത്തിലും ശീലം മാറില്ല. ആ ഒരു പേഴ്സീവറൻസ്, പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ്, ക്ഷമാശീലം. രന്തിദേവൻ്റെ ശൗശീല്യം കോപ്പി ചെയ്യേണ്ടതാ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരും പരീക്ഷത്രയും സന്തുഷ്ടരായി മുമ്പിൽ വിളങ്ങവേ. അപ്പം ആരായി വേഷം മാറി വന്നത്? ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരും പരീക്ഷിച്ചത്രയും സന്തുഷ്ടരായി മുമ്പിൽ വിളങ്ങവേ നമസ്കരിച്ചാൻ അവരോട് അർത്ഥിച്ചില്ല ഒന്നും മാമഹാൻ. ഇവിടെയാണ് ആ കഥയുടെ ക്രസ്റ്റ്. സാക്ഷാൽ ബ്രഹ്മാവും പരമശിവനും മഹാവിഷ്ണുവും തൻ്റെ മുമ്പിൽ ഈ ദാനത്തിൻ്റെ മഹിമ വിളിച്ചോതിക്കൊണ്ട് എന്ത് വരം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുമ്പോഴും രന്തിദേവൻ ഹരി എന്നൊരക്ഷരം മിണ്ടിയില്ല, ഒന്നും ആവശ്യപ്പെട്ടില്ല. കാരണം എന്താ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഈ ത്രിമൂർത്തികളുടെ പരീക്ഷണത്തിൽ അദ്ദേഹം ജയിച്ചു. മനസ്സുകൊണ്ട് അവരെ ഇദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അതല്ലേ ഈ 2024 പിന്നെ മെയ് മാസം 25-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഒരു കഥ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ കഥയും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമസ്കരിച്ചാൻ. അപ്പോൾ പറഞ്ഞു നമസ്കരിച്ചാൻ അവരോട് അർത്ഥിച്ചില്ലൊന്നും മാമഹാൻ വിശുദ്ധ ഭക്തിയാൽ തന്നെ പരിപൂർണൻ കൃതാർത്ഥനാം. എന്തിനാ ചോദിക്കണത്? ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ? ഈ ആഹാരം പങ്കുവെച്ച് ഒരു ഗ്ലാസ് വെള്ളം ബാക്കിയുള്ളത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മഹാനുഭാവന് പിന്നെ എന്താ ആവശ്യം? ഒന്നുമില്ല. ഇത് ചിലവരുണ്ടല്ലോ, പിന്നെ എന്താ ഞാൻ പറയുക, അത് പറയണോ പറയണ്ടേന്ന് പറയാണ്ടിരിക്കാനും പറ്റില്ല. ഈ QR കോഡൊക്കെ പരസ്യം ചെയ്ത് നിങ്ങളെന്താ വെച്ചാൽ തരും, ഞങ്ങൾ ദാനധർമ്മം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാവരെയും ദാനധർമ്മത്തിൻ്റെ മാഹാത്മ്യം പഠിപ്പിക്കുക. ലെറ്റ് ദം ഡു ഇറ്റ്. നമ്മളേലുള്ളത് നമുക്ക് ദാനധർമ്മം ചെയ്തുകൂടെ? എന്തിനാ വേറൊരാൾ ത്രൂ? അതിപ്പോൾ എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ശരി, കർക്കിടക മാസത്തിൽ ഞങ്ങൾ പുതപ്പ് കൊടുക്കാം, ഞങ്ങൾ 5 കിലോ അരി കൊടുക്കാം. വാട്ട് ദി ഹെൽ ഇറ്റ് ഈസ്? അവരവർ കൊടുക്കൂ. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യൂ എന്നല്ലേ എല്ലാവരും പറയേണ്ടത്? QR കോഡ് തന്നിട്ട് ഞങ്ങൾക്ക് അയക്കൂ. എന്തിനാ ഒരു തേർഡ് പേഴ്സൺ? ഐ ആം സോറി. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, അപ്പോൾ ഇവിടെ വിശുദ്ധ ഭക്തിയാൽ തന്നെ പരിപൂർണൻ കൃതാർത്ഥനം. ഈ ഒരു സാഹചര്യമാണ് നമ്മൾ വേറൊരാളുടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ദാനം ചെയ്യുമ്പോൾ സ്വയം പര്യാപ്തത അനുഗ്രഹം കിട്ടാനുള്ളത് നമ്മൾ തട്ടിക്കളയുക ചെയ്യുന്നത്.
ചെയ്യുന്ന കർമ്മത്തിൻ്റെ അല്ല ഫലമുള്ളൂ. വേറൊരാളുടെ ധനം നമ്മൾ വാങ്ങിയിട്ട് അത് വേറൊരാൾക്ക് കൊടുത്തിട്ട് എങ്ങനെ നമ്മൾക്ക് അതിന് ഗുണം കിട്ടുക? അപ്പോൾ ഇതൊരു ഒരു നോൺസെൻസ്, അല്ലെങ്കിൽ സെൻസിബിൾ അല്ല എന്നാണ്. നോൺസെൻസ് എന്ന് പറഞ്ഞാൽ തന്നെയാണല്ലോ അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ ആശയറ്റുള്ളം ഈശങ്കൽ ഉറച്ചു മഹിതാശയൻ, ആശയറ്റ ഉള്ളം ഈശങ്കൽ ഉറച്ച ആ മഹിതാശയൻ, ഉറച്ച മഹിതാശയൻ മായികം സ്വപ്നമാണെന്നു കണ്ടു തന്നെ വിമുക്തനാം. മായികം, മായയിലാണ് നമ്മൾ. അതുകൊണ്ട് ഒന്നിനും ശാഠ്യം പിടിക്കണ്ട. വിമുക്തനാം രന്തിദേവൻ്റെ സംസർഗഭാഗ്യം സാധിച്ച പേർകളും, രന്തിദേവൻ്റെ സംസർഗത്തിന് ഇടയായിട്ടുള്ള ധന്യപുരുഷന്മാരൊക്കെ അനുഗ്രഹീതരാ അല്ലേ? രന്തിദേവൻ്റെ സംസർഗഭാഗ്യം സാധിച്ച പേർകളും നാരായണപരന്മാരായി ഏവരും യോഗ്യവര്യരായി. എല്ലാവരും നാരായണ തൽപരന്മാരായി എന്ന് പറഞ്ഞെന്താ? നാരായണനെ സ്വീകരിക്കുമാറ് ഉയർന്നു അവരൊക്കെ. ഗർഗപുത്രൻ സിനി, അപ്പം അത് അവിടെ നിന്നു. ഗർഗപുത്രൻ സിനി അവൻ തനയൻ ഗാർഗ്യൻ ഈ വിധം ക്ഷത്രത്തിൽ നിന്ന് വിപ്രന്മാരുളവായി തീർന്നു മന്നിതിൽ. അപ്പോൾ പിന്നെ ഗർഗപുത്രൻ സിനി അവൻ തനയൻ ഗാർഗ്യൻ ഈ വിധം ക്ഷത്രത്തിൽ നിന്ന് വിപ്രന്മാരുളവായി തീർന്നു മന്നിതിൽ. അതായത് ക്ഷത്രിയന്മാരെ ബ്രാഹ്മണന്മാരായിട്ടുള്ളവരെ ഒരുപാട് ആൾക്കാരുണ്ട്. മഹാവര്യൻ്റെ മകനാം ദുരിതക്ഷയനെന്നവൻ, ആള് പേരെന്നെ ദുരിതക്ഷയനാ. ദുരിതങ്ങൾ ഇല്ല ആൾക്ക്, ക്ഷയിച്ചുകൊണ്ടിരിക്കും. 2 വരെയുള്ളൂ, എന്തിനധികം? മഹാവര്യൻ്റെ മകനാം ദുരിതക്ഷയനെന്നവൻ അവൻ്റെ പുത്രരാം ത്രയ്യാരുണിയും കവിയും നൃപാ. ത്രയ്യാരുണി, പുഷ്കരാരുണിയും സൽക്കർമ്മങ്ങളാൽ വിപ്രവര്യരായി. ഇതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഹരിദാസ്. സൽക്കർമ്മങ്ങളായാൽ ആരാവും? ബ്രാഹ്മണനാവും. ബ്രാഹ്മണ്യം നേടാൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി. കണ്ട് പിന്നെ സുരുചി പറഞ്ഞ കൂടുതൽ എൻ്റെ വയറ്റിൽ വന്ന് പ്രസവിച്ചാലേ ക്ഷത്രിയനാവുള്ളൂ, രാജാവിന് ഇഷ്ടാവുള്ളൂ എന്നൊന്നും പറയരുത്. അപ്പോൾ സൽക്രമങ്ങളാൽ വിപ്രവര്യരായി ബൃഹൽക്ഷത്രൻ്റെ മകനാം ഹസ്തിനാപുരം. ആ ഹസ്തി എന്നുള്ള ആളിൽ നിന്നാണ് ഹസ്തിനപുരം ഉണ്ടായത്. നിർമ്മിച്ചത് അജമീഡൻ, ദ്വിജമീഡനും പുരുമീഡനും ഒക്കെ സർണയമാണ് മീഡൻ എന്നുള്ളത്. അപ്പോൾ നിർമ്മിച്ചത് അജമീഡൻ, ദ്വിജമീഡനും പുരുമീഡനും പുത്രരാം പ്രിയമേധാധ്യർ അജമീഡനു വിപ്രരാം. അജമീഡൻ ബൃഹദിഷൂപെന്നൊരാളുണ്ടവൻ മകൻ. ബൃഹദ്ധനുസ്സവൻ പുത്രൻ ബൃഹൽക്കായനവൻ മകൻ. ജയദ്രഥനു വിശദൻ സേനജിത്താണവൻ മകൻ. ഹൈറാർക്കിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പുകഴും സേനജിത്തിനു പുത്രന്മാർ 4 പേർകളാം. രുചിരാശ്വൻ ദൃഢധനു കാശ്യവത്സരും മങ്ങിനെ. രുചിരാശ്വസുതൻ പ്രാജ്ഞൻ തന്മകൻ പൃഥുസേനനാം. അവിടെ ഒന്നും നമുക്ക് പറയാനില്ല. തന്മകൻ പരാനുമകൻ നീപന്തൻ മക്കൾ 100 ബ്രഹ്മദത്താഖ്യനാം യോഗി. ബ്രഹ്മദത്തനാം യോഗി നീപന്നുണ്ടായി കൃത്തിയിൽ. ഛായാശുകാത്മയിലാം ജൈഗീഷവ്യോക്തി കാരണം യോഗതന്ത്രത്തെ നിർമ്മിച്ചതാ മഹാൻ തന്നെ ഭാരത. യോഗതന്ത്രം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ലയിക്കുന്ന വിദ്യ എന്നാ പറയാം. യോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം, ക്രിയായോഗം എന്നൊക്കെ പറയും. അപ്പോൾ യോഗതന്ത്രത്തെ നിർമ്മിച്ചതാ മഹാൻ തന്നെ ഭാരത. സരസ്വതിയിലുണ്ടായി ഭിക്ഷസേനൻ അവൻ മകൻ. ഉദക്സ്വനാഖ്യനും ഭല്ലാധനും തൻ പുത്രപൗത്രരാം. ഇവരെല്ലാം ബൃഹദിഷു വംശരാം നൃപസത്തമ. ബൃഹദിഷു വംശര്, ഓരോ വംശം. ദ്വിമീഢപുത്രാതിരെ ഞാൻ മുറയ്ക്കോതാം. അർഘ യവീനരൻ ധൃതിമാൻ സത്യധൃതിയും ദൃഢനേമി സുഭാഷനും പിന്നെ സുമതിയും സന്നതിമാൻ കൃതിയും അങ്ങിനെ യോഗം ഹിരണ്യനാഭങ്കൽ നിന്നു ശീലിച്ചുടൻ കൃതി.
യോഗം ഹിരണ്യനാഭങ്കൽ നിന്ന് ശീലിച്ചുടൻ കൃതി സാമസംഹിതയാറും സാമസംഹിത 6 സാമസംഹിതയാറും താൻ അഭ്യസിപ്പിച്ചു ശിഷ്യരെ. നീപന്നുഗ്രഹായുധൻ ക്ഷേമ്യൻ സുവീരാഖ്യൻ രിപുഞ്ചയൻ ക്രമത്തിലാം ബഹുരഥൻ 6 കൃതിവംശരാം. പുരുമീഠനപുത്രൻ താൻ അജമീഠനു വേറെയും മുറയ്ക്കു പുത്രപുത്രാധ്യരുണ്ടതും ചെറ്റു ചൊല്ലിടാം. നീലനും ശാന്തിയും പിന്നെ ശുശാന്തി പുരുജാർക്കരും. ഭർമ്യാശ്വനും അവൻ 5 പുത്രന്മാരാണ് മുൽഗലൻ യവീനരൻ ബൃഹദിഷു കാമ്പില്യൻ സഞ്ജയാഖ്യനും. ആ നൃപൻ മക്കളോടോതി വിഷയങ്ങളെനിക്കിനി വേണ്ട. അതാണ് അച്ഛനമ്മമാർ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. മക്കളെ, ഞങ്ങൾക്ക് ഇനി വിഷയലോലുപന്മാരായിരിക്കാൻ താല്പര്യമില്ല. അപ്പം മക്കൾക്കും ആ ആഗ്രഹം ഉണ്ടാവും. ഇത് അച്ഛനമ്മമാരെന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? അപ്പോൾ വിഷയങ്ങളെനിക്കിനി വേണ്ട പോലെ ഗുവാൻ നിങ്ങൾ 5 മിടുമിടുക്കരാം പാഞ്ചാലരെന്നു പേർന്നാരെന്നാൽ തൊട്ടവരെ വരും. അപ്പോൾ അച്ഛനമ്മമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പിന്നെ ജീവിക്കുന്നവർ 5 ഉണ്ടാവുകൊണ്ട് അവരെ പാഞ്ചാലര് എന്നുള്ള പേര് കിട്ടി എന്ന് പറയണു. മൗൽഗല്യമാം വിപ്രവംശം വന്നു തൊട്ടുളവായതാം. മൗൽഗല്യമാം വിപ്രവംശം അന്നു തൊട്ടുളവായതാം മുൽഗലൻ ഇരുസന്താനം ദിവോദാസൻ അഹല്യയും ദിവോദാസനും. അങ്ങനെ 2 ഒന്ന് രണ്ടാമത്തത് പെണ്ണ്. ഗൗതമനും അഹല്യയ്ക്കും ശതാനന്ദർഷിയാം മകൻ. ഗൗതമൻ്റെ ഭാര്യയാണ് അഹല്യ. ആ അഹല്യയ്ക്കാണ് ശ്രീരാമൻ മോക്ഷം കൊടുത്തത്. അപ്പോൾ ഇത് ഏത് കാലത്തെ കാര്യമാണ് പറഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തൻപുത്രനാം സത്യധൃതി ധനുർവേദ വിശാരദൻ. സത്യധൃതി അദ്ദേഹം ആരാന്നാ പറഞ്ഞത്? ധനുർവേദ വിശാരദൻ, യുദ്ധ പ്രമാണങ്ങളൊക്കെ പഠിച്ച ആളാണ്. തൻ പുത്രൻ ഉർവശി ഭ്രാന്തൻ. ഉർവശി ഭ്രാന്തൻ, ഉർവശിയിൽ ഭ്രാന്തുള്ളവൻ. മുളങ്കുട്ടത്തിൽ ഇന്ദ്രിയം പതിച്ചുണ്ടായി നന്നായൊരാൺ പെൺമിഥുനമത്ഭുതം. മുളങ്കൂട്ടം ഉരസി ഒരാണും പെണ്ണും ഉണ്ടായി. പതിച്ചുണ്ടായി നന്നായൊരു ആൺ പെൺമിഥുനമത്ഭുതം. അന്നു മുതൽക്കു ശരദ്വാൻ എന്നു പുകഴ്ന്നോൻ്റെ 2 കുഞ്ഞിനെയും. ശരദ്വാൻ എന്നുള്ള പേരാണ് വന്നത്. അങ്ങനെ പേരുള്ളവൻ്റെ 2 കുഞ്ഞിനെയും ശന്തനു കൃപയാൽ കാത്തോൻ. ശന്തനുവിൻ്റെ കൃപ കൊണ്ട് നോക്കി രക്ഷിച്ചു എന്ന് പറയണു. കൃപനാം ദ്രോണൻ്റെ പത്നിയാം കൃപിയും. കൃപനും ദ്രോണൻ്റെ പത്നിയാം കൃപിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ 41ാമത്തെ ശ്ലോകത്തോടു കൂടി ആ കഥയുടെ കഴിഞ്ഞു. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ 35-ധികദ്വിശതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.